വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 21. ജെറുസലേം ദേവാലയത്തിൽ എത്തിച്ചേർന്ന യേശു കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ എന്തു ചെയ്യുന്നതാണ് കണ്ടത്. ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത്. ദരിദ്രയായ ഒരു വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച കാണിക്ക എന്ത്? 2 ചെമ്പുതുട്ടുകൾ. ജെറുസലേം ദേവാലയത്തിൽ എത്തിച്ചേർന്ന യേശു ധനികർ നേർച്ചയിടുന്നതിനെപ്പറ്റി പറഞ്ഞതെന്ത്? അവർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ദരിദ്രയായ വിധവയുടെ കാണിക്ക ദൈവസന്നിധിയിൽ അധികം സംപ്രീതമാകാൻ കാരണമെന്ത്? അവൾ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചതുകൊണ്ട്. ജെറുസലേം ദേവാലയത്തിലെ ചില അലങ്കാര വസ്തുക്കളിലേക്ക് ആളുകൾ യേശുവിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു. ആ വസ്തുക്കളേത്? വിലയേറിയ കല്ലുകളും കാണിക്ക വസ്തുക്കളും. നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. എന്തിനെപ്പറ്റിയാണ് യേശു ഇപ്രകാരം പറഞ്ഞത്? ജെറുസലേം ദേവാലയത്തെപ്പറ്റി. ഗുരു, ഇതെപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് എന്ന് ചില ആളുകൾ യേശുവിനോട് ചോദിച്ചത് യേശു എന്തു പറഞ്ഞപ്പോഴാണ്. നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് പലരും എന്തു പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വരുമെന്നാണ് യേശു പ്രവചിക്കുന്നത്. അവൻ ഞാനാണെന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട്. ക്ലേശങ്ങളുടെ ആരംഭകാലത്ത് ആരുടെ പിന്നാലെ പോകരുത് എന്നാണ് യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ ഉപദേശിക്കുന്നത്. അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വരുന്നവരുടെ. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ട്? എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. ക്ലേശങ്ങളുടെ ആരംഭകാലത്ത് നിങ്ങൾ എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുത് എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും. ക്ലേശങ്ങളുടെ ആരംഭകാലത്ത് ആര് ആർക്കെല്ലാമെതിരായി തല ഉയർത്തുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും. അവസാന നാളുകളിൽ വലിയ ഭൂകമ്പവും പല സ്ഥലങ്ങളിൽ എന്തൊക്കെയും ഉണ്ടാകും. ക്ഷാമവും പകർച്ചവ്യാധിയും. ഭീകര സംഭവങ്ങളോടൊപ്പം അവസാന നാളുകളിൽ ആകാശത്തു നിന്ന് എന്തുണ്ടാകും? വലിയ അടയാളങ്ങൾ. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ നാമത്തെ പ്രതി ശിഷ്യന്മാരെ അവർ എവിടെയെല്ലാം കൊണ്ടുചെല്ലും എന്നാണ് യേശു പറയുന്നത്. രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ എന്തു ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ എവിടെയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും? സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം ലഭിക്കുന്നത് എപ്പോൾ? രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ കൊണ്ടുചെല്ലുമ്പോൾ. ശിഷ്യന്മാർ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ കൊണ്ടുചെല്ലപ്പെടുമ്പോൾ എന്തു നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്നാണ് യേശു പറയുന്നത്. എന്ത് ഉത്തരം പറയണമെന്ന്. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ശിഷ്യന്മാർ സാക്ഷ്യം നൽകുമ്പോൾ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർത്ത് നിൽക്കാനോ കഴിയാത്ത എന്തു നൽകപ്പെടും എന്നാണ് യേശു പറയുന്നത്? വാക്ചാതുരിയും ജ്ഞാനവും. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ശിഷ്യന്മാരെ ആരൊക്കെ ഒറ്റുകൊടുക്കുമെന്നാണ് യേശു പറയുന്നത്? മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ആര് നിമിത്തം ശിഷ്യന്മാരെല്ലാവരും ദ്വേഷിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത്? യേശുവിൻ്റെ നാമനിമിത്തം. യേശുവിൻ്റെ നാമനിമിത്തം ശിഷ്യന്മാരെല്ലാവരും ദ്വേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു അറിയിക്കുന്നത്. ഒരു തലമുടി ഇഴ പോലും. പൂരിപ്പിക്കുക. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നേടും നിങ്ങളുടെ ജീവനെ. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നാം എന്തു മനസ്സിലാക്കണമെന്നാണ് യേശു പറയുന്നത്? അതിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന്. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂദായിലുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പട്ടണത്തിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അവിടം വിട്ടു പോകണം. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഗ്രാമങ്ങളിലുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കണം. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചതുവഴി അതിൻ്റെ നാശം അടുത്തിരിക്കുന്ന ആ ദിവസങ്ങളെ യേശു വിശേഷിപ്പിക്കുന്നതെങ്ങനെ? എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങൾ.
എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ടതിന് പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ആർക്കൊക്കെ ദുരിതം എന്നാണ് യേശു പറയുക. ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും. എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസം ഭൂമുഖത്തും ജനത്തിൻ്റെ മേലും എന്താണ് നിബന്ധിക്കുക? ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും. പ്രതികാരത്തിന് ദിവസങ്ങളിൽ ശിഷ്യന്മാർ തടവുകാരായി കൊണ്ടുപോകപ്പെടുന്നത് എങ്ങോട്ട്? എല്ലാ ജനതകളിലേക്കും. സൈന്യം ജെറുസലേമിനെ ചവിട്ടിമെതിക്കുക എന്നുവരെയായിരിക്കുമെന്നാണ് യേശു അറിയിക്കുന്നത്. വിജാതിയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ. മനുഷ്യപുത്രൻ്റെ ആഗമന അവസരത്തിൽ ഭൂവാസികൾ അസ്തപ്രജ്ഞരാകുന്നത് എന്തിനെ പ്രതിയാണ്? സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട്. മനുഷ്യപുത്രൻ്റെ മേഘങ്ങളിലുള്ള ആഗമനം എപ്രകാരമായിരിക്കുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്? ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ. മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം ആകാശശക്തികൾ ഇളകുമ്പോൾ എന്ത് സംഭവിക്കും? മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് കാണുമ്പോൾ ശിഷ്യന്മാർ ശിരസ്സുയർത്തി നിൽക്കുവിൻ എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ട്? എന്തെന്നാൽ അവരുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. അത്തിമരം തളിർക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നാണ് യേശു പറയുന്നത്? വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന്. മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് കാണുമ്പോൾ എന്ത് സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് യേശു പറയുന്നത്? ദൈവരാജ്യം. പൂരിപ്പിക്കുക. എല്ലാം സംഭവിക്കുന്നത് വരെ ഡാഷ് കടന്നു പോവുകയില്ല, ഡാഷ് കടന്നു പോകും. ഈ തലമുറ ആകാശവും ഭൂമിയും. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്ത് കടന്നു പോവുകയില്ല എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? യേശുവിൻ്റെ വാക്കുകൾ. മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം നിങ്ങളുടെ മനസ്സ് എന്തൊക്കെ കാര്യങ്ങളാൽ ദുർബലമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവനെന്നാണ് യേശു പറയുന്നത്? സകലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം എന്തുപോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുവനെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഒരു കെണി പോലെ. ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. എന്തിനെക്കുറിച്ചാണ് യേശു ഇവിടെ അരുളി ചെയ്യുന്നത്? മനുഷ്യപുത്രൻ്റെ ആഗമനം. സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് എന്ത് ലഭിക്കാൻ വേണ്ടിയാണ് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവാൻ യേശു ഉപദേശിക്കുന്നത്? മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ. ജെറുസലേമിലെത്തിയ യേശു എല്ലാ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? ദേവാലയത്തിൽ. ജെറുസലേമിൽ എത്തിച്ചേർന്ന യേശു രാത്രികാലങ്ങളിൽ വിശ്രമിച്ചത് എവിടെയായിരുന്നു? ഒലിവുമലയിൽ. ജെറുസലേമിൽ വെച്ച് യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് എത്തിയിരുന്നത്? ദേവാലയത്തിൽ. ലൂക്ക 21:14-15 സമാനമായ വചനഭാഗം ഏത്? ലൂക്ക 12:11-12. ലൂക്ക 21:20-22 സമാനമായ വചനഭാഗങ്ങൾ ഏവ? ലൂക്ക 19:41-44, ലൂക്ക 23:28-31, ലൂക്ക 17:31. ലൂക്ക 21:24 സമാനമായ വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? ഏശയ്യ 63:18, ദാനിയേൽ 8:13, വെളിപാട് 11:2. ലൂക്ക 21:25 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ ഏവ? ഏശയ്യ 13:10, ജോയൽ 2:10, സെഫാനിയ 1:15, വെളിപാട് 6:12-13. ലൂക്ക 21:27 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത്? ദാനിയേൽ 7:13-14. ലൂക്ക 21:34 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത്? മത്തായി 24:48-50. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 22. പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം? പുരോഹിതന്മാരും നിയമജ്ഞരും. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏത് സമയത്താണ്? പെസഹ അടുത്തപ്പോൾ. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ്? ജനങ്ങളെ. സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? യൂദാസ്. 12 അപ്പസ്തോലന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത്? യൂദാസിൽ. യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റുകൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. യേശുവിനെ ഒറ്റുകൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്ത്? പണം. എപ്പോൾ യേശുവിനെ ഒറ്റുകൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്?
ജനക്കൂട്ടമില്ലാത്തപ്പോൾ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ എന്തിനെയായിരുന്നു ബലി കഴിക്കേണ്ടിയിരുന്നത്? പെസഹ കുഞ്ഞാടിനെ. പെസഹ ഭക്ഷിക്കുന്നതിന് ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് യേശു അയച്ചത് ആരെയെല്ലാം? പത്രോസ്, യോഹന്നാൻ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ യേശു പത്രോസിനോടും യോഹന്നാനോടും ആവശ്യപ്പെട്ടതെന്ത്? നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആര് ആരോട് ചോദിച്ചു? പത്രോസും യോഹന്നാനും യേശുവിനോട്. പെസഹ ഭക്ഷിക്കുന്നതിനുള്ള മുറിയൊരുക്കാൻ യേശു അയക്കുന്ന പത്രോസും യോഹന്നാനും പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ആര് അവർക്കെതിരെ വരുമെന്നാണ് യേശു പറയുന്നത്? ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ. ശിഷ്യന്മാർ പ്രവേശിക്കുന്ന വീടിന്റെ ഉടമസ്ഥനോട് എന്ത് പറയണമെന്നാണ് യേശു പറഞ്ഞത്? ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? യേശുവിന് പെസഹ ഭക്ഷിക്കുവാനായി ശിഷ്യന്മാർ ഒരുക്കിയ വിരുന്നുശാലയെ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി. യേശു അയച്ച പത്രോസിനെയും യോഹന്നാനെയും പിൻചെന്ന ഞാൻ കണ്ടത് അവർ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരുവനെ അനുഗമിക്കുന്നതും അവർ ഒരു വീട്ടിൽ പ്രവേശിക്കുന്നതുമാണ്. ആ വീട്ടുടമസ്ഥൻ തുടർന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത മാളികമുറിയിൽ അവർ എന്തു ചെയ്തു? പെസഹ ഒരുക്കി. യേശു പെസഹ ഭക്ഷിച്ച മാളികമുറി വിളിക്കപ്പെടുന്നത് എങ്ങനെ? സെഹിയോൻ മാളികമുറി. യേശു പെസഹ ഭക്ഷണത്തിനിരുന്നത് എപ്പോൾ? സമയമായപ്പോൾ. സെഹിയോൻ മാളികമുറിയിൽ യേശുവിനോടൊപ്പം പെസഹ ഭക്ഷണത്തിനിരുന്നവർ ആരായിരുന്നു? അപ്പസ്തോലന്മാർ. പൂരിപ്പിക്കുക: പേടി അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഈ പെസഹ എവിടെ പൂർത്തിയാകുന്നതുവരെ താൻ ഇനി പെസഹ ഭക്ഷിക്കുകയില്ലെന്നാണ് യേശു അപ്പസ്തോലന്മാരോട് അരുളി ചെയ്യുന്നത്. ദേവരാജ്യത്തിൽ യേശു എന്തെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷമാണ് ഇത് വാങ്ങി പങ്കുവെക്കുവിൻ എന്ന് പറഞ്ഞത്. പാനപാത്രം. എന്തു വരുന്നതുവരെയാണ് യേശു മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല എന്ന് പറഞ്ഞത്? ദേവരാജ്യം വരുന്നതുവരെ. ശിഷ്യന്മാരോടൊത്ത് പെസഹ ഭക്ഷിച്ചപ്പോൾ യേശു എന്തെടുത്താണ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തത്? അപ്പം. സാത്താൻ ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിച്ച ഒരു ശിഷ്യനെ പറ്റി യേശു പ്രതിപാദിക്കുന്നുണ്ട്. ആ ശിഷ്യനാര്? ശിമയോൻ. ഒരു ശിഷ്യന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ യേശു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ആരെക്കുറിച്ച്? ശിമയോൻ. തന്റെ സഹോദരരെ ശക്തിപ്പെടുത്താനുള്ള ദൗത്യം യേശു ഏത് അപ്പസ്തോലനെയാണ് ഏൽപ്പിച്ചത്? ശിമയോൻ. നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാനും തന്നെയും ഞാൻ തയ്യാറാണ്. ആര് ആരോട് പറഞ്ഞു? ശിമയോൻ യേശുവിനോട്. പത്രോസ് എത്ര പ്രാവശ്യം തന്നെ നിഷേധിച്ച് പറയുമെന്നാണ് യേശു പറയുന്നത്? 3 പ്രാവശ്യം. എന്ത് പറഞ്ഞുകൊണ്ട് പത്രോസ് തന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയുമെന്നാണ് യേശു പറയുന്നത്? നീ എന്നെ അറിയുകയില്ല. പത്രോസ് തന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഇന്ന് കോഴി കൂവുകയില്ല. യേശു അപ്പസ്തോലന്മാരെ എന്തൊക്കെയോ ഇല്ലാതെ അയച്ചപ്പോൾ പോലും അവർക്ക് ഒന്നിനും കുറവുണ്ടായില്ല എന്നാണ് അവർ പറഞ്ഞത്. മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ. പ്രേഷിത ദൗത്യവുമായി അയക്കപ്പെടുന്ന അപ്പസ്തോലന്മാർ എന്തെല്ലാം കരുതിയിരിക്കണമെന്നാണ് പെസഹ ഭക്ഷണത്തിനു ശേഷം യേശു ആവശ്യപ്പെടുന്നത്? മടിശീല, ഭാണ്ഡം, വാൾ. പ്രേഷിത ദൗത്യവുമായി അയക്കപ്പെടുന്ന അപ്പസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്ത് വിറ്റുപോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെട്ടത്. സ്വന്തം കുപ്പായം. താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവർത്തിയാകേണ്ടിയിരിക്കുന്നത് എന്ന് യേശു പ്രഖ്യാപിച്ചത്. നിയമലംഘകരോടുകൂടെ. പൂരിപ്പിക്കുക: എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ട് എന്നാണ് അപ്പസ്തോലന്മാർ പറഞ്ഞത്? 2 വാൾ. പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത്? ഒലിവുമലയിലേക്ക്. പെസഹ ഭക്ഷണത്തിനു ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര്? ശിഷ്യന്മാർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ചതിനു ശേഷം ഒലിവുമലയിലെത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുളി ചെയ്ത വചനമെന്ത്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ഗെത്സമേനയിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത്? ഒരു കല്ലേറ് ദൂരം. ഗെത്സമനയിലെത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു? മുട്ടിന്മേൽ വീണു. ഗെത്സമനയിൽ പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ പാനപാത്രം ഏതു വ്യവസ്ഥയിന്മേൽ തന്നിൽ നിന്ന് അകറ്റണമെന്നാണ് യേശു ആഗ്രഹിച്ചത്? പിതാവിന് ഇഷ്ടമെങ്കിൽ. ഗെത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്തിയതാര്? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂത്. തീവ്രവേദനയിൽ മുഴുകിയുള്ള യേശുവിൻ്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ അവിടുത്തെ വിയർപ്പ് എന്തുപോലെയാണ് നിലത്ത് വീണത്? രക്തത്തുള്ളികൾ പോലെ. ഗെത്സമനയിൽ പ്രാർത്ഥന കഴിഞ്ഞ് യേശു ശിഷ്യന്മാരോട് അടുക്കലെത്തിയപ്പോൾ അവർ എന്തെടുക്കുകയായിരുന്നു? അവർ ഉറങ്ങുകയായിരുന്നു. യേശു ഗെത്സമനയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ
അവർ തളർന്നുറങ്ങിയത് എന്തുകൊണ്ടെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്. വ്യസനം നിമിത്തം. യേശു രക്തം വിയർത്തതായി ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമേത്? ഗെത്സമനി. ഗെത്സമനിയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് എന്തിനു വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെട്ടത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുമെന്ന് ലൂക്ക 22:40 വായിക്കുന്നു. പിന്നീട് ഒരിക്കൽ കൂടി ഇതേ ആശയം യേശു അരുളി ചെയ്യുന്നതിൻ്റെ അധ്യായവും വാക്യവും എഴുതുക. അധ്യായം 22 വാക്യം 46. നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് യേശു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആരാണ് അവിടെ വന്നത്? ഒരു ജനക്കൂട്ടം. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഗെത്സമനയിലെത്തിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ നടന്നിരുന്നത് ആരായിരുന്നു? യൂദാസ്. പൂരിപ്പിക്കുക. യൂദാസെ, ചുംബനം കൊണ്ടോ നീ ഡാഷ് ഒറ്റിക്കൊടുക്കുന്നത്? മനുഷ്യപുത്രനെ. ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദാസ് യേശുവിനെ തിരിച്ചറിയാൻ പടയാളികൾക്ക് നൽകിയ അടയാളമെന്ത്? യേശുവിനെ ചുംബിക്കൽ. യേശുവിനെ പിടിക്കാൻ വന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടുത്തോടു കൂടി ഉണ്ടായിരുന്നവർ തങ്ങൾ എന്തു ചെയ്യട്ടെ എന്നാണ് യേശുവിനോട് ചോദിച്ചത്. ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ? ഗെത്സമനയിൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ ആരുടെ ചെവിയാണ് ഛേദിച്ചു കളഞ്ഞത്? പ്രധാന പുരോഹിതന്റെ സേവകന്റെ. യേശുവിനെ ശത്രുക്കൾ പിടിക്കുന്നതിനു മുൻപ് അവിടുന്ന് ഗെത്സമനയിൽ വെച്ച് പ്രവർത്തിച്ച അത്ഭുതമെന്ത്? പ്രധാന പുരോഹിതന്റെ സേവകന്റെ ഛേദിക്കപ്പെട്ട ചെവി സുഖപ്പെടുത്തി. നിർത്തൂ എന്ന് യേശു കർശനമായി ആജ്ഞാപിച്ച ഒരവസരം യേശുവിന്റെ ജീവിതത്തിലുണ്ട്. ആ അവസരമേത്? യേശുവിനോട് കൂടി ഉണ്ടായിരുന്നവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ഛേദിച്ചപ്പോൾ. ഗെത്സമനയിൽ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നവർ സേവകന്റെ ഏത് ചെവിയായിരുന്നു ഛേദിച്ചു കളഞ്ഞത്? അത് യേശു സുഖപ്പെടുത്തിയതെങ്ങനെ? വലത്തു ചെവി തൊട്ട്. ഗെത്സമനയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാ സുവിശേഷത്തിൽ ആരെല്ലാമായിരുന്നു? പുരോഹിത പ്രമുഖർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. ഗെത്സമനയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? വാളും വടിയും. ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ എന്നാണ് തനിക്കെതിരായി വന്നവരോട് യേശു ചോദിക്കുന്നത്. കവർച്ചക്കാരനെതിരെ എന്ന പോലെ. ഗെത്സമനയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ. പൂരിപ്പിക്കുക. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. ഡാഷ് ആധിപത്യവും അന്ധകാരത്തിന്റെ. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. അന്ധകാരത്തിന്റെ ആധിപത്യവും. യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട്? പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. ഗെത്സമനയിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക്. യേശുവിനെ ബന്ധനസ്ഥനാക്കി പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ അകലത്തിൽ അനുഗമിച്ച അപ്പസ്തോലനാര്? പത്രോസ്. യേശുവിനെ ബന്ധനസ്ഥനാക്കി പ്രധാനാചാര്യന്റെ വീട്ടിൽ കൊണ്ടുചെന്നപ്പോൾ മറ്റു യൂതന്മാരുമൊത്ത് വീട്ടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്ന അപ്പസ്തോലനാര്? പത്രോസ്. ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആര് ആരെക്കുറിച്ച് പറഞ്ഞു? പരിചാരിക പത്രോസിനെ കുറിച്ച്. ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഒരു പരിചാരിക പത്രോസിനോട് പറഞ്ഞത് അവൻ എവിടെയായിരിക്കുന്നത് കണ്ടിട്ടാണ്. തീക്കരികെ. സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. ഇപ്രകാരം പറഞ്ഞതാര്? ആരോട്? എവിടെ വെച്ച്? പത്രോസ് പരിചാരികയോട് പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച്. നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ ഏത് അപ്പസ്തോലനെ കണ്ടിട്ടാണ്? പത്രോസിനെ. പ്രധാനാചാര്യന്റെ വീടിന്റെ നടുമുറ്റത്ത് വെച്ച് മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞ് പത്രോസ് യേശുവിനെ നിഷേധിച്ചത് എത്രാം പ്രാവശ്യമാണ്? 2-ാം പ്രാവശ്യം. തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യനാര്? അവനാര്? മനുഷ്യൻ പത്രോസ്, അവൻ യേശു. പ്രധാനാചാര്യന്റെ വീടിന്റെ നടുമുറ്റത്ത് വെച്ച് ഒരുവൻ പത്രോസിനോട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. കുറെ സമയം കഴിഞ്ഞ് വേറൊരാൾ പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ 2 സംഭവങ്ങളും തമ്മിൽ ഏകദേശം എന്ത് സമയ വ്യത്യാസമുണ്ട്? ഏകദേശം 1 മണിക്കൂർ. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്രകാരം പറഞ്ഞതാര്? എവിടെ വെച്ച്? പത്രോസ് പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച്. പത്രോസ് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കോഴി കൂവിയത്? മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് പത്രോസിന് നേരെ തിരിഞ്ഞ് അവനെ നോക്കിയത് ഏത് സംഭവത്തെ തുടർന്നാണ്? കോഴി കൂവിയതിനെ തുടർന്ന്. പ്രധാന പുരോഹിതന്റെ വീട്ടുമുറ്റത്ത് വെച്ച് പത്രോസ് കർത്താവ് പറഞ്ഞ ഒരു വചനം ഓർമ്മിച്ചുവെന്ന് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നു. ആ വചനമെന്ത്? ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും. 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വചനം
പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഓർമ്മിച്ചതിനെ തുടർന്ന് പത്രോസ് എന്തു ചെയ്തു? അദ്ദേഹം പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. ബന്ധിക്കപ്പെട്ട യേശുവിന് കാവൽ നിന്നിരുന്നവർ അവിടുത്തോട് എന്തൊക്കെ ചെയ്തു? അവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. പ്രധാനാചാര്യന്റെ വീട്ടിൽ യേശുവിന് കാവൽ നിന്നിരുന്നവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞതെന്ത്? നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലരും പറഞ്ഞു, അവർ ആര്? യേശുവിന് കാവൽ നിന്നിരുന്നവർ. യേശു ഒറ്റിക്കൊടുക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ എവിടേക്കാണ് കൊണ്ടുവരപ്പെട്ടത്? ജനപ്രമാണികളുടെ സംഘത്തിലേക്ക്. ജനപ്രമാണികളുടെ സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. ന്യായാധിപ സംഘത്തിന് മുൻപാകെ കൊണ്ടുവരപ്പെട്ടപ്പോൾ അവർ യേശുവിനോട് എന്ത് പറയുവാനാണ് ആവശ്യപ്പെട്ടത്? നീ ക്രിസ്തുവാണെങ്കിൽ അത് പറയുക. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ആര് ആരോട് പറഞ്ഞു? യേശു ന്യായാധിപ സംഘങ്ങളോട് പറഞ്ഞു. പൂരിപ്പിക്കുക. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ഡാഷ് വലത്തുവശത്തിരിക്കും, ദൈവശക്തിയുടെ. അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? യേശുവിനോട് ഈ ചോദ്യം ചോദിച്ചത് ആര്? ജനപ്രമാണികളുടെ സംഘം. അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്. അവന്റെ നാവിൽ നിന്നും തന്നെ നാം ഇത് കേട്ടുകഴിഞ്ഞു. ഇപ്രകാരം പറഞ്ഞതാര്? കേട്ടതെന്ത്? ജനപ്രമാണികളുടെ സംഘം യേശു ദൈവപുത്രനാണെന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 23. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലെ വിചാരണയ്ക്ക് ശേഷം യേശുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പീലാത്തോസിന്റെ മുമ്പിലേക്ക്. പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ട യേശുവിന്റെ മേൽ ജനങ്ങൾ ആരോപിച്ച 3 കുറ്റങ്ങൾ എന്തെല്ലാം? ജനത്തെ വഴിതെറ്റിച്ചത്, സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിച്ചത്, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടത്. വിചാരണവേളയിൽ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന ഏക ചോദ്യം, നീ യഹൂദരുടെ രാജാവാണോ? നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്ത്? നീ തന്നെ പറയുന്നല്ലോ. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ആര് ആരോട് പറഞ്ഞു? പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. യേശു ഗലീല മുതൽ ഇവിടം വരെയും യൂദായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നുവെന്നാണ് ജനക്കൂട്ടം പീലാത്തോസിനോട് പറഞ്ഞത്. ജനത്തെ ഇളക്കിവിടുന്നു. യേശു ഗലീല മുതൽ ഇവിടം വരെയും യൂദായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്ന് ജനക്കൂട്ടം പറയുന്നത് കേട്ട് പീലാത്തോസ് ചോദിച്ച ചോദ്യമെന്ത്? ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ? പീലാത്തോസ് തന്റെ ആദ്യ വിചാരണയ്ക്ക് ശേഷം യേശുവിനെ അയച്ചത് ആരുടെ അടുത്തേക്കായിരുന്നു? ഹേറോദോസിന്റെ അടുത്തേക്ക്. പീലാത്തോസ് യേശുവിനെ ഹേറോദോസിന്റെ അടുത്തേക്ക് അയച്ചത് എന്തുകൊണ്ട്? യേശു ഹേറോദോസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞതുകൊണ്ട്. ഹേറോദോസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതിന്റെ കാരണമെന്ത്? യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിച്ചു. ഹേറോദോസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് എന്തുകൊണ്ട്? എന്തെന്നാൽ അവൻ യേശുവിനെപ്പറ്റി കേട്ടിരുന്നു, കാണാൻ ആഗ്രഹിച്ചിരുന്നു, യേശു ചെയ്യുന്ന ഒരു അത്ഭുതം കാണാൻ പ്രതീക്ഷിച്ചിരുന്നു. വിചാരണവേളയിൽ യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും അവിടുന്ന് നിന്ന് ഒരു ഉത്തരവ് ലഭിക്കാത്ത ഭരണാധികാരി ഹേറോദോസ്. ഹേറോദോസിന്റെ അടുക്കൽ വെച്ച് യേശുവിന്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നവർ ആരെല്ലാം? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. പടയാളികളോട് ചേർന്ന് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്ത ഭരണാധികാരി ഹേറോദോസ്. ഹേറോദോസ് യേശുവിനെ തിരിച്ചയച്ചത് എങ്ങോട്ട്? പീലാത്തോസിന്റെ അടുത്തേക്ക്. ഹേറോദോസ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് അയച്ചത് എന്ത് ധരിപ്പിച്ചാണ്? പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച്. യേശുവിന്റെ വിചാരണ വഴി സ്നേഹിതന്മാരായി തീർന്ന ശത്രുക്കളായ 2 ഭരണാധികാരികൾ ആരെല്ലാം? പീലാത്തോസും ഹേറോദോസും. എന്നു മുതലാണ് ഹേറോദോസും പീലാത്തോസും സ്നേഹിതന്മാരായി തീർന്നത്? ഹേറോദോസ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചതു മുതൽ. ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇവനും ഞാനും ആര്? ഇവൻ യേശു, ഞാൻ പീലാത്തോസ്. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. ആര് ആരെപ്പറ്റി പറഞ്ഞു? പീലാത്തോസ് യേശുവിനെപ്പറ്റി. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല എന്ന് യേശുവിനെപ്പറ്റി പറഞ്ഞ ഭരണാധികാരി ഏത്? പീലാത്തോസ്. വിചാരണ അവസരത്തിൽ യേശുവിനിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്നുപോലും കാണാതിരുന്നവരെന്ന് ലൂക്ക സാക്ഷ്യപ്പെടുത്തുന്ന 2 ഭരണാധികാരികൾ പീലാത്തോസും ഹേറോദോസും. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശുവിനിൽ കാണാത്തതുകൊണ്ട് യേശുവിന് എന്തു ശിക്ഷ നൽകാനാണ് പീലാത്തോസ് ആഗ്രഹിച്ചത്?
ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുക. പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ തീരുമാനിച്ചപ്പോൾ ജനക്കൂട്ടം ആരെ വിട്ടുതരികയെന്നാണ് ആവശ്യപ്പെട്ടത്? ബറാബാസിനെ. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനെന്ന് ലൂക്കാസ് സുവിശേഷകൻ വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ച്? ബറാബാസ്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? പീലാത്തോസ്. യേശുവിനെ വിട്ടയക്കുന്നതിനെപ്പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? 3 പ്രാവശ്യം. യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത്? ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? ബറാബാസ്. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണം എന്ത്? ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം. യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശ് ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര്? ശിമയോൻ. കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ശിമയോൻ ഏതു നാട്ടുകാരനായിരുന്നു? കീറേനേക്കാരൻ. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയിരുന്നവർ ആര്? സ്ത്രീകളുടെ സമൂഹം. കുരിശിൻ്റെ വഴിയിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്ന സ്ത്രീകളുടെ സമൂഹത്തെ യേശു അഭിസംബോധന ചെയ്തത് എങ്ങനെ? ജെറുസലേം പുത്രിമാരെ. കുരിശിൻ്റെ വഴിയിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്ത് യേശുവിനെ പിഞ്ചുന്ന ജെറുസലേം പുത്രിമാരോട് ആരെ ഓർത്ത് കരയുവാനാണ് യേശു ഉപദേശിക്കുന്നത്? അവരെയും അവരുടെ മക്കളെയും പ്രതി കരയുവാൻ. കുരിശിൻ്റെ വഴിയെ പിഞ്ചുന്ന സ്ത്രീകളുടെ സമൂഹത്തോട് എന്ത് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകിയത്? വന്ധികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം. പൂരിപ്പിക്കുക. അന്ന് അവർ ഡാഷ് തങ്ങളുടെ മേൽ വീഴുമെന്നും ഡാഷ് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പർവ്വതങ്ങളോട്, കുന്നുകളോട്, പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? ആര് ആരോട് പറഞ്ഞു? യേശു കുരിശിൻ്റെ വഴിയെ വന്ന സ്ത്രീകളോട്. യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം എന്ത് പേരിൽ അറിയപ്പെടുന്നു? തലയോട്. യേശുവിനോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവർ എത്ര പേർ? അവർ എങ്ങനെയുള്ളവരായിരുന്നു? 2 പേർ കുറ്റവാളികൾ. യേശുവിനോടുകൂടെ കുറ്റവാളികളെ എങ്ങനെ കുരിശിൽ തറച്ചുവെന്നാണ് ലൂക്കാസ് സുവിശേഷകൻ എഴുതുന്നത്. ഒരുവനെ അവൻ്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രൂശിച്ചു. യേശു കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി അരുളി ചെയ്ത വചനമെന്ത്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് യേശു പ്രാർത്ഥിച്ചത് എങ്ങനെയായിരുന്നു? ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്. കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത് ആര്? ശതാധിപൻ. യേശുവിൻ്റെ കുരിശുമരണം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയത് ആര്? കാഴ്ച കാണാൻ വന്ന ജനക്കൂട്ടം. കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ എവിടെ നിന്നുള്ളവരായിരുന്നു? ഗലീലിയിൽ നിന്ന്. യേശുവിൻ്റെ കുരിശുമരണം കണ്ടുകൊണ്ട് അകലെ നിന്നിരുന്നവർ ആരെല്ലാം? അവൻ്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും. അരിമത്യ ആരുടെ പട്ടണമാണ്? യഹൂദരുടെ. യഹൂദരുടെ ആലോചനാ സംഘത്തിലെ അംഗത്തെ നല്ലവനും നീതിമാനുമെന്ന് ലൂക്കാസ് സുവിശേഷകൻ വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ച്? അരിമത്യയിൽ നിന്നുള്ള ജോസഫ്. അരിമത്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ കുരിശിലെ ശരീരം ആരുടെ അടുത്ത് ചെന്നാണ് ആവശ്യപ്പെട്ടത്? പീലാത്തോസിൻ്റെ അടുത്ത്. കുരിശിൽ നിന്നിറക്കിയ യേശുവിൻ്റെ ശരീരം എങ്ങനെയുള്ള കല്ലറയിൽ സംസ്കരിച്ചു എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ എഴുതുന്നത്? പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്ന് വരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ കല്ലറ. കുരിശിൽ നിന്നിറക്കിയ യേശുവിൻ്റെ ശരീരം എന്തുകൊണ്ടാണ് പൊതിഞ്ഞത്? തുണി കൊണ്ട്. യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്? അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു, സാബത്തിൻ്റെ ആരംഭവുമായിരുന്നു. യേശുവിനെ സംസ്കരിച്ച കല്ലറ കാണാൻ അരിമത്യക്കാരൻ ജോസഫിനോടൊപ്പം പോയവർ ആരെല്ലാം? ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ. യേശുവിൻ്റെ കല്ലറ കാണാൻ പോയ ഗലീലിയക്കാരായ സ്ത്രീകൾ തിരിച്ചു ചെന്ന് എന്തെല്ലാമാണ് തയ്യാറാക്കി വെച്ചത്? സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും. സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു എന്ന് ലൂക്കാസ് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ച്? ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. ലൂക്ക 23:2 സമാനമായ വചനഭാഗം ഏത്? ലൂക്ക 20:25. ലൂക്ക 23:11 സമാനമായ വചനഭാഗം ഏത്?
മർക്കോസ് 15:17-19. ലൂക്ക 23:17 ചില കയ്യെഴുത്തു പ്രതികളിൽ എന്തുകൂടി കാണുന്നുണ്ട്. തിരുനാളിൽ അയാൾ അവർക്കൊരു മനുഷ്യനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടായിരുന്നു. ലൂക്ക 23:18 സമാനമായ വചനഭാഗം ഏത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3:13-14. ലൂക്ക 23:46 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? സങ്കീർത്തനം 31:5. ലൂക്ക 23:56 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? പുറപ്പാട് 12:16, പുറപ്പാട് 20:10. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 24. ഗലീലയിൽ നിന്നുള്ള സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോയത് എന്നായിരുന്നു? ആഴ്ചയുടെ ആദ്യ ദിവസം. അതിരാവിലെ യേശുവിൻ്റെ കല്ലറയെങ്കിൽ വന്ന ഭക്തസ്ത്രീകൾ എന്താണ് കണ്ടത്? കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത്. യേശുവിൻ്റെ കല്ലറയിൽ വന്ന സ്ത്രീകൾ എന്തിനെപ്പറ്റിയാണ് അമ്പരന്നത്? കർത്താവായ യേശുവിൻ്റെ ശരീരം കാണാത്തതിനെക്കുറിച്ച്. യേശുവിൻ്റെ കല്ലറ സന്ദർശിക്കാൻ പോയ ഭക്തസ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടവരെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് എന്ത്? തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? ആര് ആരോട് പറഞ്ഞു? തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ കല്ലറയെങ്കിൽ വന്ന ഗലീലിയക്കാരായ സ്ത്രീകളോട്. ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല. അവൻ എന്ത് സംഭവിച്ചു എന്നാണ് യേശുവിൻ്റെ കല്ലറയെങ്കിൽ ഉണ്ടായിരുന്ന 2 പേർ പറഞ്ഞത്? ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ ഡാഷ് ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ഡാഷ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഡാഷ് ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. പാപികളുടെ കയ്യിൽ 3-ാം ദിവസം ഗലീലയിൽ. കല്ലറയെങ്കിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ അവിടെ നടന്ന സംഭവങ്ങൾ ആരെയെല്ലാം അറിയിച്ചു? 11 പേരെയും മറ്റെല്ലാവരെയും. കല്ലറയെങ്കിൽ നടന്ന സംഭവങ്ങൾ അപ്പസ്തോലന്മാരെ അറിയിച്ച സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ ആരെല്ലാം? മഗ്ദലന മറിയം, യോവന്ന, യാക്കോബിൻ്റെ അമ്മയായ മറിയം, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു സ്ത്രീകൾ. യേശുവിൻ്റെ കല്ലറ സന്ദർശിച്ച സ്ത്രീകൾ അവിടെ നടന്ന സംഭവങ്ങൾ ആരോട് പറഞ്ഞുവെന്നാണ് ലൂക്ക 24:10 കാണുന്നത്? അപ്പസ്തോലന്മാരോട്. അപ്പസ്തോലന്മാർക്ക് തങ്ങളോട് കൂടി ഉണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നി. എന്തിനെക്കുറിച്ചുള്ള വാക്കുകളായിരുന്നു അത്? യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച്. യേശുവിൻ്റെ കല്ലറയെങ്കിൽ നിന്ന് വന്ന സ്ത്രീകൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അവിടേക്ക് ഓടിയ അപ്പസ്തോലനാര്? പത്രോസ്. ഓടി കല്ലറയെങ്കിലെത്തിയ പത്രോസ് അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ എന്തു കിടക്കുന്നതാണ് കണ്ടത്? അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ. ശൂന്യമായ യേശുവിൻ്റെ കല്ലറയിൽ നിന്ന് പത്രോസ് തിരിച്ചു പോയത് എങ്ങനെയാണ്? വിസ്മയിച്ചുകൊണ്ട്. കർത്താവിൻ്റെ ഉത്ഥാന ദിവസം ജെറുസലേമിൽ നിന്ന് 2 ശിഷ്യന്മാർ ഏതു ഗ്രാമത്തിലേക്ക് പോയെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? എമ്മാവൂസ്. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് ഗ്രാമം എന്തുമാത്രം അകലെയെന്നാണ് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്? ഏകദേശം 60 സ്താദിയോൺ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സഹയാത്രികൻ ആരായിരുന്നു? യേശു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്തു ചെയ്യുകയായിരുന്നപ്പോഴാണ് യേശു അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര തുടർന്നത്? സംസാരിക്കുകയും വാദിക്കുകയും. ശരിയോ തെറ്റോ എന്ന് പറയുക. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ വഴിയിൽ വെച്ച് യേശുവിനെ കണ്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു തന്നെയെന്ന് മനസ്സിലാക്കി. തെറ്റ്. തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട യേശുവിനെ എന്തുകൊണ്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. യേശു എന്തു ചോദിച്ചപ്പോഴാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ മ്ലാനവദനരായി നിന്നത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഉദ്ധിതനായ യേശു സംസാരിച്ച ആദ്യ വചനം ഏത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അത് എവിടെ വെച്ചായിരുന്നു? എമ്മാവൂസിലേക്കുള്ള വഴിയിൽ. എമ്മാവൂസിലേക്ക് ഉത്ഥാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അതാര്? ക്ലെയോപ്പാസ്. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ആര് ആരോട് പറഞ്ഞു? ക്ലെയോപ്പാസ് യേശുവിനോട്. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ആരെക്കുറിച്ച് ആര് നൽകുന്ന വിശേഷണമാണിത്? യേശുവിനെക്കുറിച്ച് ക്ലെയോപ്പാസ്. ആരെല്ലാം യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തുവെന്നാണ് ക്ലെയോപ്പാസ് വിവരിക്കുന്നത്? പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും. യേശുവിനെപ്പറ്റി തങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ക്ലെയോപ്പാസ് പറഞ്ഞത്? ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ്.
എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു മരിച്ച് എത്രാം ദിവസമാണ് പ്രത്യക്ഷപ്പെട്ടത്? 3-ാം ദിവസം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ കൂട്ടത്തിലുള്ള ചിലർ തങ്ങളെ വിസ്മയിപ്പിച്ചുവെന്ന് യേശുവിനോട് പറഞ്ഞു. വിസ്മയിപ്പിച്ചവർ ആര്? ചില സ്ത്രീകൾ. യേശുവിൻ്റെ കല്ലറയെങ്കിൽ പോയ ചില സ്ത്രീകൾ തിരിച്ചു വന്ന് തങ്ങളോട് എന്തറിയിച്ചുവെന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത്. തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും. ആര് പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് യേശു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ വിളിച്ചത്. പ്രവാചകന്മാർ. പൂരിപ്പിക്കുക. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മഹത്വത്തിലേക്ക്? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു ആരെല്ലാം തന്നെപ്പറ്റി എഴുതിയിരുന്നവയാണ് വ്യാഖ്യാനിച്ചു കൊടുത്തത്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്ന യേശു അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ എന്തു ചെയ്തു? യാത്ര തുടരുകയെന്ന് ഭാവിച്ചു. എമ്മാവൂസ് ഗ്രാമത്തിലെത്തിയ യേശുവിനെ ശിഷ്യന്മാർ നിർബന്ധിച്ചത് എന്തിന്? അവരോട് കൂടി താമസിക്കാൻ. യേശുവും എമ്മാവൂസിലെ ശിഷ്യന്മാരും ഭക്ഷണത്തിനിരുന്നപ്പോൾ ആരാണ് അപ്പം മുറിച്ചത്? യേശു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരുന്ന യേശു നടത്തിയ അപ്പം മുറിക്കലിലെ കർമ്മങ്ങൾ എന്തെല്ലാം? അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ മൂടപ്പെട്ട കണ്ണുകൾ തുറന്നത് എപ്പോൾ? യേശു അപ്പം മുറിച്ച് നൽകിയപ്പോൾ. എമ്മാവൂസിലെ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞ ഉടനെ നടന്ന സംഭവമെന്ത്? യേശു അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. യേശു നൽകിയ വിശുദ്ധ ലിഖിതങ്ങളുടെ വ്യാഖ്യാനം ശ്രവിച്ച എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? അവരുടെ ഹൃദയം ജ്വലിച്ചു. എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ട പാപമോചനത്തിനുള്ള അനുതാപം എന്ന വിഷയം എവിടെ ആരംഭിക്കണമെന്നാണ് ഉയർത്തെഴുന്നേറ്റ യേശു ആവശ്യപ്പെടുന്നത്? ജെറുസലേമിൽ. ശിഷ്യന്മാരുടെ മേൽ എന്തയക്കുന്നുവെന്നാണ് ഉയർത്തെഴുന്നേറ്റ യേശു അപ്പസ്തോലന്മാരെ അറിയിച്ചത്? പിതാവിൻ്റെ വാഗ്ദാനം. ശിഷ്യന്മാരോട് എപ്പോൾ വരെ നഗരത്തിൽ വസിക്കുവാനാണ് ഉയർത്തെഴുന്നേറ്റ യേശു ആവശ്യപ്പെടുന്നത്? ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ. യേശുവിൻ്റെ സ്വർഗാരോഹണം നടന്ന സ്ഥലം ഏത്? ബഥാനിയ. സ്വർഗാരോഹണം ചെയ്യുന്ന യേശു എങ്ങനെയാണ് അവരെ അനുഗ്രഹിച്ചത്? കൈകൾ ഉയർത്തി. യേശു എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശിഷ്യരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തത്? കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ. യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് കണ്ട ഉടനെ ശിഷ്യന്മാർ എന്തു ചെയ്തു? അവർ അവനെ ആരാധിച്ചു. യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം ശിഷ്യന്മാർ എങ്ങോട്ടാണ് പോയത്? ജെറുസലേമിലേക്ക്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷികളായ ശിഷ്യന്മാർ ജെറുസലേമിലേക്ക് മടങ്ങിയത് എങ്ങനെയായിരുന്നു? അത്യന്തം ആനന്ദത്തോടെ. യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം ശിഷ്യന്മാർ കഴിഞ്ഞുകൂടിയ സ്ഥലം ഏത്? ദേവാലയം. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എന്തിനെക്കുറിച്ചുള്ള പരാമർശത്തോടെയാണ്? ദേവാലയത്തെക്കുറിച്ച്. യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം അവിടുത്തെ ശിഷ്യന്മാർ എന്തു ചെയ്തുകൊണ്ടാണ് സദാസമയം ദേവാലയത്തിൽ കഴിച്ചുകൂട്ടിയത്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ലൂക്ക 24:3 ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നതെന്ത്? അവർ അകത്തു കടന്ന് നോക്കിയപ്പോൾ ശരീരം കണ്ടില്ല എന്ന്. ലൂക്ക 24:11 കാണുന്ന 60 സ്ഥാദിയോൺ എന്നത് എത്ര കിലോമീറ്റർ വരും? ഏകദേശം 11. ലൂക്ക 24:13 ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നത് എന്ത്? 160 സ്ഥാദിയോൺ എന്ന്. ലൂക്ക 24:36 ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ലാത്ത ഭാഗം ഏത്? അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം എന്ന ഭാഗം. ലൂക്ക 24:40 ചില കയ്യെഴുത്ത് പ്രതികളിൽ ചേർത്ത് കാണുന്നത് എന്ത്? 40-ാം വാക്യവുമായി ഇത് പറഞ്ഞിട്ട് അവൻ അവരെ തൻ്റെ കൈകളും കാലുകളും കാണിച്ചു എന്ന്. ലൂക്ക 24:46 സമാനമായ വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? ഹോസിയ 6:2, 1 കൊറിന്തോസ് 15:3-4.